ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ വീഡിയോ നല്ല ഇറച്ചി കേക്ക് ആണ് കേട്ടോ. ബീഫിൻ്റെ കേക്കാണ്. എന്നുണ്ടല്ലോ നമ്മൾ മധുരങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്നൊരു വെറൈറ്റി കുറച്ച് സ്പൈസി ആയിക്കോട്ടെ വിചാരിച്ചു. അതിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സിയിൽ എന്താ അറിയോ, നല്ല ബീഫ് വേവിച്ചത് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ജാറിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉപ്പും കുരുമുളകും കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പീസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് മിക്സിയിൽ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് ക്രഷ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മളാ മസാല കൂട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളിയും ഇതൊക്കെ വാട്ടിയെടുത്താണ്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ആ മസാല ഉണ്ടാക്കാനുള്ള പാൻ ഇതാ, എണ്ണ കൊഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓക്കെ, ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നല്ല അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മസാലപ്പൊടികളാണ്. ഈ മസാലപ്പൊടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം, ഗരം മസാല എല്ലാം ആവശ്യത്തിന് കുറേശ്ശെ ചേർത്താൽ മതി. ഒരുപാട് ചേർക്കരുത്. ഒരുപാട് മസാല ഇതൊക്കെ ആയാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു 1/2 സ്പൂണ് 1/4 സ്പൂണൊക്കെ അളവിൽ ചേർത്താൽ മതിയല്ലോ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, മുളകും പൊടി, പച്ചമുളകൊക്കെ കൂടി 3 കൂടി ചേർക്കുമ്പോൾ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അത് ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില, മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത നമ്മൾ ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ മസാലയ്ക്ക് ഇടാൻ പോകണം കേട്ടോ. നല്ല നൂഡിൽസ് പരിവൊക്കെ ആയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടിയടിച്ച മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ക്യാമറമാനൊന്നുമില്ല, അതുകൊണ്ട് ഇത് ഇടുന്നത് ഡയറക്റ്റ് ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, റെഡി ഉണ്ടതാ. ഇപ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ട. നല്ല ഉള്ളി മസാല, ബീഫ് മസാല, ഉള്ളി മസാല അല്ല ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കണം. മൈദയും കുറച്ച് ഓയിലും പഞ്ചസാര വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പും പിന്നെന്താ കോഴിമുട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇത് കാണിക്കാം. ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളെ മിക്സ് ഇതാ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഞാനിതിവിടെ 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് മൈദ, പിന്നെ 3 കോഴിമുട്ട വേണം കേട്ടോ, അവിടെ പുറത്തുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് ഓയിൽ വേണം കേട്ടോ, അത് ഞാൻ ചേർത്ത്. നമുക്ക് ഏതായാലും എന്താ പറയുക, 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മളെപ്പോഴും മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ, കാരണം അതിന് ഇങ്ങനെ മുട്ടൻ്റെ തോടിൻ്റെ പൊടികളൊക്കെ ഇതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാത്രത്തിൽ നിന്ന് ജസ്റ്റ് തെറ്റിച്ച് വെച്ചിട്ട് 2 മേട്ട കൊടുക്കുക. 2 മേട്ടൊന്നും വേണ്ട, ഒന്നൊന്നും മീഡിയം മതി കേട്ടോ. ഓക്കെ, 3 മുട്ട ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ, എന്നാലും ഒന്ന് പതഞ്ഞ് വന്നോളും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് കറക്കുന്നില്ല, ഏതായാലും പാത്രത്തിൽ കൊഴിച്ചല്ലോ. അപ്പോൾ ഇന്ന് ബീറ്റർ വെക്കാമെന്ന് വെച്ചു. മൈദ, പാല്, പിന്നെ ഓയിലാട്ടോ. ഓയിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും കൊടുക്കട്ടോ, പ്രശ്നമൊന്നുമില്ല. വെളിച്ചെണ്ണ കൊടുത്ത് വെച്ചിട്ട് കേക്കൊന്നുമില്ലല്ലോ, വെളിച്ചെണ്ണ കാണിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഒരു 1/2 ഗ്ലാസ്സാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പാലിൻ്റെ നേരെ പകുതി. കുറച്ച് ഉപ്പും കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്താൽ മതി കേട്ടോ. മറ്റേക്കുള്ള അത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നാണ് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ആ മുട്ടൊക്കെ ഒന്ന് പതഞ്ഞാൽ മതി.
അപ്പോൾ ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യേണ്ട മാതിരി ഒന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നുകൊണ്ട് മിക്സ് ആകാനേ വേണ്ടിയിട്ടുള്ളൂ. മിക്സിയിൽ ഇടണതാണ് ഏറ്റവും സുഖം. ഞാനിപ്പോൾ ബോളൊക്കെ പൊട്ടിച്ച് വെച്ചുകൊണ്ട് ബീറ്റർ വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചട്ടകം വെച്ചിട്ട് നല്ലോണം ഉണ്ട് മിക്സ് ആക്കുക. നല്ല മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കുന്നിടത്തൊന്നും ഒരു പിഷ്കത്തരം കാണിക്കണ്ട. കാരണം ആ മുട്ടിയും മൈദയും ഉപ്പും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തേക്ക് എത്തണം. ഇത് കേക്കിന് മിക്സാക്കി ശീലമായിട്ട് ഇതിപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. കുത്തി ഇളക്കാൻ കഴിയണില്ല ഇപ്പോൾ. ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒരു പാനിലേക്ക് വയ്ക്കാം. ഇത് നമുക്ക് ഓവളിലാണെങ്കിൽ ഓവളിൽ ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പാനിലാണെങ്കിൽ നമ്മൾ അടുപ്പത്ത് ഞാൻ ഏതായാലും അടുപ്പത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് സാധനം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുക്കറിൽ വേവിച്ചത്, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മളെ പീസ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, ആ വെള്ളമുണ്ട്. വേണമെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. മാവ് നല്ല ലൂസാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു ടൈറ്റ് ഫീൽ ചെയ്തു എനിക്ക്. അപ്പോൾ ഏതായാലും അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിക്കോളും. ഇതൊന്നുകൊണ്ട് ലൂസായി ചെയ്തോളും. ഓക്കെ, ഞാൻ ഈ ഫ്രൈ പാനിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് ബേക്ക് ചെയ്യണം കേട്ടോ. ഇനി വേറെ പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ബേക്കിങ്ങിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പരന്ന പാത്രത്തിൽ ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടിക്കോളും. റൗണ്ട് കുറവുള്ളിൽ ചെയ്യുമ്പോൾ ഒരുപാട് കുറച്ച് സമയം എടുക്കും. നമ്മൾ പെട്ടെന്നാണ് ബേക്ക് ചെയ്ത് റെഡി ആയിക്കോളും. ഓക്കെ, നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം. അപ്പോൾ ഇവിടെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റേ കൂടെ നിൽക്കണം കേട്ടോ. എന്നാൽ പിന്നെ കരിയുടെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ. മീഡിയം തീയിലാണ്. ഓക്കെ, ഇതെല്ലാം മൂടി കൊടുക്കുക. ഇതിന് മുകളിലൊരു വെയിറ്റ്, ഈ വെയിറ്റ് പണിയാവൂല, അത് ഉരുണ്ടി പോലും. അതിൽ കുറച്ചുകൂടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഇതൊരു 2-3 മിനിറ്റ് മീഡിയം തീയിലിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലിം ആക്കിയിടണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം സ്ലിം ആക്കിയിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് വെന്തുകളാന്നൊന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അറിയാം. അപ്പോൾ ഒക്കെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള അവസ്ഥ അതാണ്. കണ്ടില്ല, വെന്തിട്ടിട്ട് കേട്ടോ. കത്തിയിട്ട് വെച്ച് കുത്തി നോക്കിയാൽ തന്നെ നമുക്കറിയാം വെന്തുകണില്ല എന്നുള്ളതൊക്കെ. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അടി പിടിച്ചിട്ടൊന്നുമില്ല. അതിനാണ് നമ്മൾ അടിയിൽ തട്ട് വെക്കണം കേട്ടോ. തട്ട് വെച്ചാൽ അടിയിൽ പിടിക്കണേ യാതൊരു ടെൻഷനും വേണ്ട. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൗണ്ട് കുറവുള്ള പാത്രത്തിൽ ചെയ്യണ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടും. നമ്മൾ റൗണ്ട് കൂടുതലുള്ള പാത്രത്തിലാണ് ചെയ്തത് പരത്തിയിട്ട്. അപ്പോൾ ഈ നല്ല റൗണ്ടിൽ ഉണ്ടാവും. ഹൈറ്റ് കുറച്ചൊരു കുറവ് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നിൽക്കും ഹൈറ്റ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല കേക്കാണ് കേട്ടോ. ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കന് വെച്ചും ഇതേ റെസിപ്പി തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.